മലയാളത്തിൽ ഏറ്റവുമധികം ആരാധകരുള്ള നടന്മാരാണ് മോഹൻലാലും, പൃഥ്വിരാജും, ഫഹദ് ഫാസിൽ എന്നിവർ. മൂവരുടെയും സിനിമകൾക്ക് ആരാധകർ ഏറെയാണ്. ഇപ്പോഴിതാ 3 സിനിമ പേരുടെയും ബോക്സ് ഓഫീസിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഓണം റിലീസായി ഈ ക്ലാഷ് അരങ്ങേറുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മോഹൻലാൽ സത്യൻ അന്തിക്കാട് കോംബോയിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം, ഫഹദ് ഫാസിലിനെ നായകനാക്കി അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര, നവാഗതനായ സംവിധായകൻ ജയൻ നമ്പ്യാർ പൃഥ്വിരാജിനെ നായകനാക്കി ഒരുങ്ങുന്ന വിലായത്ത് ബുദ്ധ എന്നീ ചിത്രങ്ങളാണ് ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടുക. ഇതാദ്യമായിട്ടാണ് 3 പേരുടെയും സിനിമകൾ ഒരുമിച്ച് ക്ലാഷായി ഏറ്റുമുട്ടുന്നത്. 10 വർഷത്തിനു ശേഷം സത്യനന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. 2014 പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചത്. മാളവിക മോഹനായിരുന്നു ചിത്രത്തിലെ നായിക. സംഗീത പ്രദീപ്, സംഗീത് പ്രദീപ്, സിദ്ദിഖ് എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ആശീർവാദ് സിനിമാസാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അൽതാഫ് സലീം സംവിധായകക്കുപ്പായം അണിയുന്ന ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഫഹദ് നായകനാകുന്ന റോകോം ചിത്രമാണ് ഇത്. കല്യാണി പ്രിയദർശനാണ് ചിത്രത്തിലെ നായിക. വിനയ് ഫോർട്ട്, ലാല്, സുരേഷ് കൃഷ്ണ തുടങ്ങിയ വൻപൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. പൃഥ്വിരാജ് നായകനായ വിലായത്ത് ബുദ്ധയും ഈ ക്ലാഷിൽ വലിയൊരു ആകർഷണമാണ്. GR ഇന്ദുഗോപിന്റെ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുക്കുന്നത്. അന്തരിച്ച സംവിധായകനായ സച്ചി സംവിധാനം ചെയ്യേണ്ടിയിരുന്ന പ്രോജക്റ്റായിരുന്നു വിലായത്ത് ബുദ്ധ. 2021 അനൗൺസ്മെന്റ് ചെയ്ത ചിത്രം പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോകുകയായിരുന്നു. ഡബിൾ മോഹൻ എന്ന കടത്തുകാരനായിട്ടാണ് പൃഥ്വിരാജ് വിലായത്ത് ബുദ്ധയിൽ വേഷമിടുന്നത്. 3 വ്യത്യസ്ത ജോണറിലുള്ള സിനിമകളിൽ പ്രേക്ഷകർ ആർക്കൊപ്പം നിലനിൽക്കുമെന്നറിയാൻ ഇപ്പോൾ തന്നെ സിനിമാ ലോകത്ത് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. 2017 ഓണം റിലീസായ മോഹൻലാലിന്റെ വെളിപാടിന്റെ പുസ്തകം, പൃഥ്വിരാജ് നായകനായ ആദം ജോൺ, നിവിൻ പോളിയുടെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്നീ സിനിമ ക്ലാഷ് റിലീസ് ഏറ്റുമുട്ടിയിരുന്നു. കൂടെ ഉണ്ടായിരുന്ന വമ്പന്മാരെ തോൽപ്പിച്ച് തന്നെ സീസൺ വിന്നറായി ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയായിരുന്നു.